ദിസ് ഈസ് എ നട്ടപ്പാതിര തോക്ക് വീഡിയോ ആൻഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് വീഡിയോ. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ചാനൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എനിക്കിപ്പോൾ കുറേ പേര് അയച്ചു തന്നാണ്. ക്രിട്ടിക് എന്ന് പറഞ്ഞുള്ളൊരു ചാനലാണ്. ഓക്കെ, ഇവിടെ ഒരു വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ വീഡിയോ ഈസ് സംതിങ് റിലേറ്റഡ് ടു ആക്ടർ ബാല, ദ അൺറിവീൽഡ് ക്യാരക്ടർ ഓഫ് ആക്ടർ ബാല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആൻഡ് ഈ വീഡിയോയിലുള്ള ഈ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ എവിടെ നിന്ന് കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്ന വ്യക്തിയുടെ വീട്ടിൽ ഞാൻ ഈ വ്യക്തിയെ കണ്ടിട്ടുണ്ട്. ഫൈൻ. ഇനി ഈ വ്യക്തിയുടെ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ്ലി, ഞാനിപ്പോൾ ആ ചാനലിൻ്റെ പേര് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കംപ്ലീറ്റ്ലി ഒന്ന് കയറി കണ്ടാൽ മതി. ഇതിൽ ആ വ്യക്തി എനിക്കും കൂടി അറിയാവുന്ന, അല്ലെങ്കിൽ എൻ്റെ ഒരു പേര് പരാമർശിച്ച് പറയുന്ന ഒരു പാർട്ടുണ്ട്. ആ പാർട്ടിൽ എനിക്ക് എൻ്റെ കൃത്യമായിട്ടുള്ള കാര്യം ഇപ്പോൾ പറയണം. ഞാൻ ഈ വ്യക്തിയുടെ ചാനലിൽ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ വ്യക്തി തുടക്കത്തിലേ പറയുന്നുണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് നാളെ ഏത് രീതിയിലുള്ളൊരു അറ്റാക്കും ആ വ്യക്തിക്കെതിരെ വരാം, ആ വ്യക്തിക്ക് ഏത് രീതിയിലുള്ള ആരോപണമോ ഫിസിക്കൽ ഓർ എനി കൈൻഡ് ഓഫ് അറ്റാക്ക് ആ വ്യക്തിക്ക് വരാം. ഓക്കെ, സെയിം അവസ്ഥ തന്നെയാണ് നമ്മളിതൊക്കെ. ഫൈൻ. ബട്ട് ടു ബി ഹോണസ്റ്റ്, ഒരു 2 വർഷത്തെ മുമ്പത്തെ പോലെയോ അല്ലെങ്കിൽ ഒരു 1.5 വർഷത്തെ മുമ്പത്തെ പോലെയുള്ള ഒരവസ്ഥ അല്ല എന്ന് എനിക്ക് വിശ്വസിക്കുന്നു. ബിക്കോസ് ഐ എം മാൻ ഇനഫ് ടു ഹാൻഡിൽ എനി സിറ്റുവേഷൻ. സത്യം പറഞ്ഞിട്ട് എന്ത് സിറ്റുവേഷൻ വന്നാലും ഐ വിൽ ഹാൻഡിൽ ഇറ്റ്. ഫൈൻ. സോ ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. ബട്ട് സ്റ്റിൽ പോണ പോക്കിന് ഏതെങ്കിലും ഒരു ലോറി ഇടിച്ച് കയറിയാലോ, ഈ പോണ പോക്കിന് ഒരു 10 ഗുണ്ടാൾ വന്നിട്ട് എന്നെ ഇട്ടിട്ട് പോയാലോ, അപ്പോൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫൈൻ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൃശ്ശൂർ ഭാഗത്തു നിന്നുള്ള കുറച്ച് ടീമുകൾ, ഓക്കെ, ഖാപ്പാപ്രതികൾ, ഭീഷണി പരിപാടികളൊക്കെ ഉണ്ട്. ഫൈൻ. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ അന്ന് പറഞ്ഞില്ലെങ്കിലും, അല്ലെങ്കിൽ ഞാൻ അന്ന് പറയാതിരുന്നിട്ടില്ല. എൻ്റെ വീഡിയോ ഒന്ന് ദിസ് തോക്ക് റിലേറ്റഡ് നിങ്ങൾ നോക്കിയാൽ മതി, എൻ്റെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ടാവും. അതിനകത്ത് ഞാൻ തന്നെ പറയുന്നുണ്ട്, ഈ വ്യക്തിക്ക് ഒരു റിപ്പോർട്ടർ ചാനലിൽ നികേഷ് കുമാറിനെയായിട്ട് ഈ വ്യക്തി ഒരു ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് നികേഷ് കുമാർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ലൈസൻസ് ഉണ്ടോ, നിങ്ങളുടെ തോക്കുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവിടെ ഇല്ല, ചെന്നൈയിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി അഴകുഴമ്പൻ ലൈനിലൊരു സാധനം പറഞ്ഞു വിടുന്നുണ്ട് ഈ വ്യക്തി. ഓക്കെ, ഈ വ്യക്തി അങ്ങനെ സംസാരിച്ച സമയത്ത് ഞാൻ എൻ്റെ വീഡിയോ, ദ വെരി നെക്സ്റ്റ് ഡേ ഉള്ള വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, കാണും. മനസ്സിലായോ? ആ വ്യക്തി പറഞ്ഞത് എന്താ, ഇവിടെ ഇല്ല, ചെന്നൈയിലുണ്ട്. ഇന്ത്യയിൽ എവിടെയും ഒരേ ലൈസൻസാണ്. കാണും, മേ ബി കാണും. പക്ഷേ കേരള പോലീസിന് അന്നത് കളിത്തോക്കായിരുന്നു. മനസ്സിലായോ? കേരള പോലീസ് അന്ന് തപ്പിയിട്ട് കിട്ടിയിട്ടില്ല എന്നും, അല്ലെങ്കിൽ ഈ കേസിൽ അങ്ങനെ ഒരു സാധനം ഇല്ല എന്നും പറഞ്ഞ് ക്ലോസ് ചെയ്തോ, അല്ലെങ്കിൽ ആ സംഗതി ഇല്ല പ്രൈമറി ഫേസിലോ, അല്ലെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷനോ അങ്ങനെ ഒരു സാധനം ഇല്ല. തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി എന്നായിരുന്നു ആ കേസ്. പക്ഷേ കേരള പോലീസിൽ ഈ പരാതി ചെന്ന് അവർ അന്വേഷണം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കളിത്തോക്കാണോ എന്നാണ് കേരള പോലീസിൻ്റെ സംശയം, അന്വേഷിച്ചവരുടെ സംശയം. പിന്നെ പോയി അവിടെ ആരുടെ കയ്യിലാണോ ഇവർ തോക്ക് അന്വേഷിക്കാൻ പോയി ആ വ്യക്തിയുടെ ഒരു തോക്കില്ല എന്നുള്ളത് ഇവർ കണ്ടെത്തുന്നു. മനസ്സിലായോ? ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് അന്ന് ആ സിറ്റുവേഷനിൽ അതേ പറയാൻ പറ്റൂ. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെപ്പോലെ തന്നെ ജീവനിൽ നമുക്കും കാണൂലൂടെ പേടി. മനസ്സിലായില്ലേ? പക്ഷേ എന്നാലും ഇല്ല കേട്ടോ, ഇല്ല ഇൻ്റർവ്യൂ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, കാണും എന്ന് തന്നെയാണ് ഞാൻ അന്ന് പറഞ്ഞത്. എൻ്റെ വിശ്വാസം അതാണ്. ഞാൻ ആ വീഡിയോ ഇനി പോയി എടുത്തു നോക്കണം, കാരണം എനിക്കന്ന് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടത്. പക്ഷേ നമുക്ക് ഈ വ്യക്തി ഇരുന്ന് സംസാരിക്കുമ്പോഴും ഒരു എന്താ പറയുക, ജീവനപ്പേടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാനിരുന്ന് സംസാരിക്കുമ്പോഴും അതേ ജീവനപ്പേടിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ലേഡി സംസാരിക്കുമ്പോഴും ആ ജീവൻ്റെ പേടിനെ കുറിച്ച് പറയുന്നുണ്ട്. ദീസ് പീപ്പിൾ ആർ മോർ ദാൻ കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ്. അതാണ്, ഇവർ കേപ്പബിൾ ആണ് ഇതൊക്കെ ചെയ്യാൻ മാത്രം. ഫൈൻ. സോ നമുക്ക് എന്താണ് ഈ വ്യക്തിയുടെ വീഡിയോ കാണാം. നമസ്കാരം, എൻ്റെ പേര് ലിജേഷ്. ഞാനൊരു റൈറ്ററാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നത്, എനിക്ക് ഈ വ്യക്തിയെ അറിയാം, ഇദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൽ എത്രമാത്രം ഭീഷണി വരും, ഇനി നെക്സ്റ്റ് വീഡിയോസ് എനിക്കറിയാവുന്ന ബാലയെക്കുറിച്ച് മറ്റാർക്കും അറിയാത്ത കുറേയേറെ സത്യങ്ങൾ, ചിലപ്പോൾ അത് എലിസബത്തിനും അറിയാവുന്നതായിരിക്കാം. അത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ജീവന് ഭീഷണി ഉണ്ടാവുമോ, എന്നെ ഇയാൾ വണ്ടി ഇടിച്ചു കൊല്ലോ, ഡ്രഗ് കേസിൽ പെടുത്തുമോ, അല്ലെങ്കിൽ പിന്നെ എന്താ കൊട്ടേഷൻ വെച്ച് കൊടുക്കുമോ, ഇതൊന്നും എനിക്കറിയില്ല. ഇതെന്താണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ എടുത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പലവട്ടം ഇദ്ദേഹത്തിന് ഉപദ്രവകാരികളായിട്ടുള്ള പലർക്കെതിരെയും ഇതേപോലെ അവരെ വകവരുത്താൻ ശ്രമിച്ചതായിട്ട് എനിക്ക് നല്ല രീതിയിൽ അറിയാവുന്നത്. സെയിം തിങ് ഞാൻ പറഞ്ഞ സെയിം തിങ് ഇതിന് മുമ്പുള്ള വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞ സെയിം തിങ്, ഈ വീഡിയോയുടെ തുടക്കത്തിലും ഞാൻ പറഞ്ഞ സെയിം തിങ്, ഇദ്ദേഹം പറയുന്നത് സെയിം തിങ്.
because these people are more than enough. They are very much capable. അവർക്ക് അതിന് സോഴ്സ് ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി കംപ്ലീറ്റ്ലി എല്ലാ നിയമവുമല്ല, നിയമപാലകരുമല്ല, ബട്ട് സം പീപ്പിൾ ആർ ദെയർ സ്റ്റിൽ ടു ഹെൽപ്പ് ദം. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അത്ര പവർഫുൾ അല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ഐ ആം മാൻ ഇനഫ് നൗ, ബട്ട് അത് ഇത്രത്തോളം ഇല്ല. ബട്ട് ഐ എം വെരി മച്ച് ഓക്കെയാണ് ഇപ്പോൾ. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വഴിക്ക് പോകുന്ന വഴിക്ക് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരുത്തം വണ്ടിക്ക് എന്തെങ്കിലും ഇട്ടിട്ട് പോയാൽ, ആ ഇട്ടിട്ട് പോകണ തന്നെ ഇവിടുത്തെ നിയമപാലകരുടെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒരാളായാൽ, മനസ്സിലായി, നമ്മുടെ തലയിലൊരു കേസ് വെച്ച് തരാൻ ഭയങ്കര സുഖമാണ്. നമ്മളെ ഇടിച്ച് ഇല്ലാതാക്കാൻ വളരെ സുഖമാണ്. നമ്മളെ വെട്ടി ഇല്ലാതാക്കാൻ വളരെ സുഖമാണ്. ഈ നാട്ടിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. ഷു ടെൽ ദ ട്രൂത്ത്, അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. ബട്ട് അതാണ് നമ്മുടെ തോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ടോ ബാലേരയിൽ തോക്കുണ്ടോ? ബാലേരയിൽ തോക്കുണ്ട്, 2 തോക്കുണ്ട്. അത് ഒന്ന് എയർഗണ്ണാണ്, സാധാരണ ചെറുത്. മറ്റേത് ഒറിജിനൽ തോക്കുണ്ട്. ഈ തോക്ക് ഇദ്ദേഹം എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ബാഗ് ഉണ്ടാവും. ചിലപ്പോൾ ഈ ബാഗ് ഒട്ടും വെക്കുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കോഗ്ലിനെ വെച്ചിട്ട് ഇയാൾ വീഡിയോ ചെയ്യുന്നതും എലിസബത്തിനെ വെച്ച് വീഡിയോ ചെയ്യുന്നതും, ഈ വീഡിയോ ചെയ്യുന്ന ആർക്കും അറിയില്ല നാളെ പ്രതികളാവുന്നത് ഇവരായിരിക്കും. ഇദ്ദേഹം ഒന്നും പറയില്ല, വേറൊരാളെ വെച്ച് ചെയ്യും. കാരണം ഇദ്ദേഹത്തിന് മറ്റൊരാളുടെ അടുത്ത് കെഞ്ചാനോ ഇതിനെല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എലിസബത്തിൻ്റെ വിഷയത്തിൽ കേട്ടിട്ടില്ലേ? എലിസബത്താണ് ബാലയുടെ റെമ്യൂണറേഷന് വേണ്ടി ചോദിക്കുന്നത്. ഇത്ര വലിയ ആക്ടറാണ്, അയാൾക്ക് റെമ്യൂണറേഷൻ ചോദിച്ചു വാങ്ങാൻ അറിയില്ല. റെമ്യൂണറേഷൻ്റെ കാര്യം, എല്ലാ കാര്യം ഞാൻ പറയാം. തോക്കിൻ്റെ കാര്യം ആദ്യം പറയാം. ഈ തോക്ക് ഞാൻ അന്ന് വന്ന ജനുവരി 2, 3 എന്തോ ആണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അവിടെ സ്റ്റേ ചെയ്യുന്നത്. അന്ന് മുതൽ ഞാൻ ബാലയുടെ ഫ്ലാറ്റിലുണ്ട്. ബാലയ്ക്ക് ഏതോ ഒരു എന്താ പറയുക, ഏഷ്യാനെറ്റിൻ്റെയോ മഴവിൽ മനോരമയുടെയോ എന്തിൻ്റെ ഒരു പ്രോഗ്രാമിനോടനുബന്ധിച്ചിട്ട് തിരുവനന്തപുരത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായപ്പോൾ എന്നോട് ഫ്ലാറ്റ് ഒന്ന് നോക്കാമോ ലിജേഷ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ സാറില്ലാതെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ലിജേഷ് ഇവിടെ ഇരുന്നാൽ മതി, ഫുഡിന് ഇവിടെ എല്ലാം വേലക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുഡ് കാര്യങ്ങളെല്ലാം കിട്ടും, ജസ്റ്റ് നീ ഇവിടെ നിന്നാൽ മതി, നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോകാനാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം അന്ന് ആ പ്രോഗ്രാമിന് കാര്യങ്ങൾക്കെല്ലാം പോയിട്ട് ഇദ്ദേഹം രാത്രി വന്നു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ തോക്കുമായിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ എലിസബത്തൊക്കെ പല വീഡിയോയിലും പറയുന്ന ഗസ്റ്റ് ഹൗസ് നമ്മുടെ ഇവിടെ ഈ എടപ്പള്ളി ചെങ്ങമ്പുഴ നഗരക്ക് എത്തുന്നതിനൊക്കെ മുമ്പ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ 2 എന്താ പറയുക തോക്കുണ്ട്. ആ തോക്ക് ഇയാൾ ബാഗ് തന്നു. ആ ബാഗ് എടുത്ത് എന്നോട് കയ്യിൽ പിടിക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ പോയത്. അതിനുശേഷം അവിടെ ഈ ഗസ്റ്റ് ഹൗസിലെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗസ്റ്റ് ഹൗസിൽ നേരത്തെ പറഞ്ഞ എന്താണ് ആ പ്രോഗ്രാം, ബിഗ് ബോസ്. ഞാൻ ഈ ചവറ് പരിപാടിയൊന്നും കാണാറില്ല, അതുകൊണ്ടാണ്. ഏത് സീസണാണെന്നും അറിയില്ല. ബിഗ് ബോസിലെ ഒരു എന്താ പറയുക, ഒരു ഷോർട്ട് ഫിലിമിൽ കൂടെയൊക്കെ ഒരു വൈറലായിട്ടുള്ളൊരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡി, അവിടെ കുറച്ച് ലേഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ബാല പോയിട്ടുണ്ട്. അവരെല്ലാവരും ഈ തോക്ക് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ തോക്ക് കൃത്യമായിട്ടുണ്ട് എന്നുള്ളത് ഈ വ്യക്തിക്ക് അറിയാം. ഈ വ്യക്തി അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അയാളുടെ വീടിനകത്തുള്ള വ്യക്തി തന്നെയാണ്. കാരണം ഞാൻ ഈ വ്യക്തിയെ കണ്ടിട്ടുണ്ട്, വീടിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. ഓക്കെ, ആൻഡ് ഇപ്പം ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇത് അവിടെ കൊണ്ടുപോകുന്നു ഇവിടെ കൊണ്ടുപോകുന്നു, ഈ വ്യക്തിയുടെ കയ്യിൽ കൊടുത്ത സാധനങ്ങൾ, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എവിടെ കണ്ടു, എങ്ങനെ കണ്ടു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറയാം. ബിക്കോസ് ഇങ്ങനെ ഒരാൾ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത്രയും സോളിഡായിട്ട് ഒരാൾ നിൽക്കുമ്പോൾ എനിക്കുള്ള പേടിനെ അയാൾക്കും ഉണ്ട്. ബട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അപ്പുറത്തൊരു ലേഡി ഉണ്ട്. ഓക്കെ, അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളിൽ ശരിയുണ്ടോ, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യണോ എന്ന് സംശയിച്ചിരിക്കുന്നവർ കാണും. ചിലപ്പോൾ ഇതിലൊരു ട്രൂത്ത് അറിയാത്തവർ കാണും. ഞാൻ അതൊന്നുമല്ല ഞാൻ പറയുന്നത് അവരും ഈ തോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫൈൻ, അവരും പറഞ്ഞിട്ടുണ്ട്. ഈ വ്യക്തി ഓൾറെഡി ഇത് ഒരു ടൈമല്ല, ഒരുപാട് ടൈം ഇത് കണ്ട്, അല്ലെങ്കിൽ ഈ സാധനം ഇപ്പം അയാളുടെ വീട്ടിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഫൈൻ, ഇപ്പം ഇല്ലെങ്കിലും അന്ന് നിന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി. അപ്പം ഈ വ്യക്തി അത് കണ്ടു, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അത് അറിയാം എന്ന് അയാൾ കൃത്യമായി പറയുന്നുണ്ട്. വേറെ പലരും, എനിക്കും അറിയാം, പലരും കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്, വേറെ പലരും കണ്ടിട്ടുണ്ട്. പോലീസ് മാത്രമാണെന്ന് കാണാൻ. ഫൈൻ, വേറെ പലരും, സിനിമാ നടന്മാരും നടിമാരും അവിടെ പോയവരും വന്നവരുമായിട്ട് പലരും കണ്ടിട്ടുണ്ട്. പിന്നെ ബാലയുടെ തോക്ക് കണ്ട കുറേ വ്യക്തികൾ, കുറേ സിനിമാ താരങ്ങൾ ബാലയുടെ തോക്ക് കണ്ടിട്ടുണ്ട്. ബാലയുടെ വീട്ടിൽ ഇൻ്റർവ്യൂവിന് വരുന്ന ചാനലിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാനത് വെളിപ്പെടുത്താം. ഞാൻ വെളിപ്പെടുത്തുമ്പോൾ പല ആളുകളുടെ പേര് പറയേണ്ടി വരും. ഒരു ചാനലിൻ്റെ, ഒരു പ്രമുഖ ചാനൽ, ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളെല്ലാം എടുക്കുന്ന ഒരു ആങ്കറിനെ പറ്റി ഒരു വിവാദം ഇവിടെ ഇതിനൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഒരു സുപ്രസിദ്ധ സിനിമാ താരമായിട്ട് വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ആ ആങ്കർ
ഞാൻ ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ എന്താ ദേശാഭിമാനിയുടെ അവിടുന്ന് ബീർ ബോട്ടിൽ ഹെനിക്കിൻ്റെ ബോട്ടിൽ സ്റ്റെപ്പും വെച്ചിട്ട് അതുമേക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആങ്കർ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആങ്കേഴ്സും അവരുടെ ക്രൂ എല്ലാം ഈ തോക്ക് പിടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു തോക്കൊക്കെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഒറിജിനൽ തോക്കല്ല, നമ്മുടെ എയർ ഗൺ പോലത്തെ ഇതുകൊണ്ട് നമ്മൾ എന്താ പറയുക ബീറും കുപ്പിയുമ്പോൾ ഷൂട്ട് ചെയ്തു. അപ്പോൾ മറ്റേ തോക്ക് ചോദിച്ചപ്പോൾ ബാല ആർക്കും കൊടുത്തില്ല. കാരണം അത് പൊട്ടും എന്നാണ് ബാല പറഞ്ഞത്. ബാലരയിൽ തോക്കുണ്ട് എന്ന് ഞാൻ പറയുന്നു, ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ ചെകുത്താൻ്റെ വീട്ടിലേക്ക് ആറാട്ടെണ്ണം തോക്ക് കണ്ടുണ്ട്. പിന്നെ തോക്ക് കണ്ട വ്യക്തികളെ ഞാൻ പറയാം. ഇതേപോലെ തന്നെ പ്രമുഖ ചാനലിലെ ഒരാൾ സീക്രട്ട് ഏജന്റ്, അദ്ദേഹം തോക്ക് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഇവർ പറയുമെന്ന് എനിക്കറിയില്ല. ഇവരൊക്കെ അവിടെ വന്നിട്ടുള്ളതാണ്. ഞങ്ങൾ 3 ബെൽറ്റ് ആ പറയുന്ന ടൈമിൽ ബാലയും ആറാട്ടെണ്ണനും ഞാനും സീക്രട്ട് ഏജന്റിന്റെ കൂടെയുള്ള ഒരു വ്യക്തിയും കൂടി ഒരുമിച്ചെടുത്ത ഫോട്ടോ, ആ ഫോട്ടോ കാര്യങ്ങളൊക്കെ അന്ന് അതിൽ ഞാനുള്ള ഫോട്ടോ വന്നില്ല, അല്ലാതെ അവർ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ വന്നിട്ടാണ് ബെൽറ്റ് എന്ന് പറഞ്ഞത്. അപ്പം ഈ പറഞ്ഞ ഒരുവിധ ആൾക്കാർക്കൊക്കെ ബാലേരയിൽ തോക്കുണ്ട് എന്നറിയാം. ആറാട്ടെണ്ണൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആറാട്ടെണ്ണൻ്റെ അത് അങ്ങനെ ആരും അറിയാലോ. ഇപ്പോൾ ഇത്ര അവസ്ഥ വെച്ചിട്ട് ആറാട്ടെണ്ണൻ്റെ ആരും വിശ്വസിക്കുന്നില്ല. അപ്പം ഞാൻ പറയുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വ്യക്തി പറഞ്ഞത് വളരെ ശരിയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ കണ്ട തോക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇതെടുത്തിട്ടാണോ അവിടെ പോയത്, അല്ലെങ്കിൽ ഇത് കേരള പോലീസ് എന്തുകൊണ്ട് കണ്ടില്ല, അല്ലെങ്കിൽ അന്ന് അവിടെ തോക്ക് ഇൻവോൾവ് ആയിട്ട് അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഐഡിയ ഇല്ല. ബിക്കോസ് ആ ഇൻസിഡൻറ്റ് സമയത്ത് ഞാൻ മലപ്പുറത്താണ്, എനിക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. തോക്ക് കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരുന്ന സമയത്ത് ഈ വ്യക്തിയോട് ഞാൻ യോജിക്കുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. ഫൈൻ. അന്ന് എനിക്കിത് ഇപ്പോൾ ഈ വീഡിയോനെ അകത്ത് വന്നിരുന്നിട്ട് ഇപ്പോൾ ഈ സംഗതി പറയുമ്പോൾ നമ്മൾ ഇയാൾ ഇപ്പം പറഞ്ഞ എലമെൻറ്റും ഞാനിപ്പോൾ പറയുമ്പോഴുള്ള എലമെൻറ്റും മനസ്സിലായോ നിങ്ങൾക്ക്? ഇയാൾ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞ എലമെൻറ്റും ഞാൻ ഈ വീഡിയോ പറഞ്ഞപ്പോൾ തുടങ്ങിയ എലമെൻറ്റും ഒക്കെ അത് സെയിം ആണ്. ഇത് പറയുന്നത് കൊണ്ട് നാളെ നമ്മളെ നെഞ്ചത്തേക്ക് ഒരു വണ്ടി കയറി ഇറങ്ങി പോവാം, നമ്മളാരെങ്കിലും വന്ന് ഇട്ടിട്ട് പോവാം. മനസ്സിലായോ? അങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല, ഉള്ള സത്യം പറഞ്ഞിട്ട് മരിച്ചു എന്നുള്ളൊരവസ്ഥ വരുമല്ലോ. കണ്ടോയെന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഉറപ്പ് പറയും. ഇത് എത്ര പേര് ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കുറേ പേര് കണ്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ അല്ലെങ്കിൽ പലപ്പോഴായിട്ട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. പക്ഷെ അവരാരും പറയില്ല. ഓക്കെ, പ്രമുഖ മുഖങ്ങളൊന്നും പറയില്ല. ഓക്കെ, ഞാൻ പറയുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. ദാറ്റ്സ് ഫോർ ഷുവർ. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ എവിടെ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിനകത്തുനിന്ന് തന്നെ ഞാൻ കണ്ടത്. ഓക്കെ, എനിക്ക് കാണിച്ചു തന്നു, ഞാൻ കണ്ടു. ഞാൻ ഓബിയസ്ലി ഒരു സാധനം നമ്മൾ കാണില്ലടി ആദ്യമായിട്ട് ഈ സാധനം, എൻ്റെ പൊന്നു വിഷു അടിപൊളി. ഓക്കെ, എനിക്ക് കാണിച്ചു തന്ന സമയത്ത് എലിസബത്ത് വാസ് ദേർ. എലിസബത്ത് ഉണ്ടായിരുന്നു അവിടെ. എലിസബത്തിന് അറിയാം എനിക്കത് കാണിച്ചു തന്നത്. എലിസബത്ത് കണ്ടിട്ടുമുണ്ട്, എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് ഐ വാസ് ലൈക്ക് വാവ്. ഓക്കെ, പിന്നെ ഈ എയർ ഗൺ പോലത്തെ സാധനങ്ങൾ ദാറ്റ്സ് ക്വൈറ്റ് എന്താ പറയുക, കടയിൽ വാങ്ങാൻ കിട്ടുന്ന പരിപാടികൾ. അതിപ്പോൾ അയാളെ നല്ല എല്ലാവരും കൂടെ അയാളയിലും ഉണ്ട്. പക്ഷേ ദ ഗൺ ഈസ് ദെയർ, അതെനിക്കറിയാം. എയർ ഗൺ ഇപ്പോൾ ഇങ്ങേരുടെ റീസെൻറ്റ് തമിഴ് ഇൻ്റർവ്യൂവിലടക്കം മറ്റേ വലിയ സ്കോപ്പൊക്കെ വെച്ച് എയർ ഗണ്ണൊക്കെ അങ്ങനെ എടുത്ത് ആങ്കർക്ക് കാണിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ എന്തുകൊണ്ടോ കേരള പോലീസ് അന്ന് അന്വേഷിച്ച കേരള പോലീസിന് അന്ന് ഗണ്ണ് കിട്ടിയിട്ടില്ല. ഗണ്ണില്ല, ഗണ്ണിൻ്റെ ഒരു ലീഡ് പോലും അവർക്കില്ല. ടോയ് ഗണ്ണാണോ എന്നൊക്കെയുള്ള സംശയത്തിലായിരുന്നു അന്ന് അവർ സംസാരിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുന്നത്. അന്നത്തെ പോലീസ് ഓഫീസറിൻ്റെ ഒരു ബൈറ്റൊക്കെ ഉണ്ട് തോന്നുന്നു. ആൻഡ് ഈ ടോയ് ഗൺ സാധനത്തിൻ്റെ ഒരു ആസ്പെക്റ്റിലാണ് ഈവൻ കുറേ ചാനൽ ചർച്ചകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് ഞാനും ഇത് കളിയാക്കിയിട്ടുണ്ട്. ഈ ഒരാളുടെ മേത്തിക്ക് ഒരു ടോയ് ഗണ്ണാണ് നീട്ടുന്നത് എന്നുണ്ടെങ്കിൽ പോലും അയാൾ പേടിക്കില്ലേ? മനസ്സിലായോ? നിങ്ങൾ എന്ത് അന്വേഷണം നടത്തുന്നതൊക്കെ ഞാനും ഒന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ബിക്കോസ് നമുക്കങ്ങനെ വന്നിട്ട് അങ്ങോട്ട് ഉണ്ട് കണ്ടിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞാലും ആ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു 1.5-2 കൊല്ലം മുമ്പ് നമുക്കിപ്പോൾ പറയുമ്പോഴും പേടിയുണ്ട്. ഞാൻ തുറന്നു തന്നേക്ക് ഇപ്പം പറയുമ്പോഴും നമുക്ക് പേടിയുണ്ട്. എനിക്ക് പേടിയുണ്ട്, ഈ വ്യക്തിക്കും പേടിയുണ്ട് എന്നുള്ള ഈ വ്യക്തിയുടെ സംസാരത്തിൽ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ സംവെയർ ദിസ് ഈസ് ദ റൈറ്റ് ടൈം. കണ്ടോ? ഉണ്ട്, കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, ഈ വ്യക്തിയും കണ്ടിട്ടുണ്ട്. ഞാൻ എന്നേക്കാൾ കൂടുതൽ ഈ വ്യക്തി കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ ഒരുപാട് പേര് അവിടെ വന്നു പോയവരും ഉണ്ടാവും എന്നേ ഞാൻ പറയുന്നുള്ളൂ. ബിക്കോസ് അവർ പറയണം ഇനി കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ആ സാധനം വാനിഷാണ്. ഫൈൻ. ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ പോലീസ് അത് കണ്ടിട്ടില്ല. അങ്ങനൊരു സാധനം ഉണ്ടോ എന്നുള്ളത് പോലീസിന് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടില്ല. പോലീസുകാർക്ക് അതിൻ്റെ ലീഡ്സ് ഇല്ല. ഓക്കെ, ഇനിയിപ്പോൾ ഇത് കണ്ടു എന്ന് പറയുന്നത് ആ കേസിനെ ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, ലെറ്റ്സ് സീ.